വിശുദ്ധനായ മോർ യാക്കോബ്, സിറോഗിലെ മാർ യാക്കോബ് 451 മുതൽ 521 വരെയുള്ള കാലഘട്ടങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പരിശുദ്ധ റൂഹായുടെ കിന്നരം, ദി ഹാർപ്പ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്ന് പരിശുദ്ധ സഭ വിശേഷിപ്പിക്കുന്ന മോർ അഫ്രേമിന് ശേഷം സുറിയാനി സഭ കണ്ട ഏറ്റവും അനുഗ്രഹീതനായ ഒരു കവി ആയിരുന്നു സെറൂഗിലെ മോർ യാക്കോബ് എന്നാ പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അഫ്രേം പരിശുദ്ധാത്മാവിന്റെ കിന്നരം, ദി ഹാർപ്പ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ആണെങ്കിൽ മോർ യാക്കോബിനെ കുറിച്ച് പറയുന്നത് ദി ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ പുല്ലാങ്കുഴൽ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. സിറിയയിലെ സാറൂഖ് പ്രവിശ്യയിലെ ബദ്നാനിലെ മെത്രാപ്പോലിത്ത ആയിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ചരിത്രമൊക്കെ ആ കാര്യങ്ങളൊക്കെ ജേക്കബ് അച്ഛൻ വിശദമായിട്ട് പറയട്ടെ. അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിരുന്നത് ദൈവശാസ്ത്രജ്ഞന്മാർക്കിടയിലെ കവിയെന്നും കവികൾക്കിടയിലെ ദൈവശാസ്ത്രജ്ഞൻ, തിയോളജിയൻ among the poets and poet among the theologians. അപ്പൊ ഇത് രണ്ടും ആഴമായി ചേർന്നിണങ്ങിയ ഒരു മഹാപ്രതിഭയായിരുന്നു സറൂഗിലെ മോർ യാക്കോബ് എന്ന് പറയുന്നത്. ദൈവശാസ്ത്രജ്ഞൻ, ഗ്രിഗോറിയോസ് പറഞ്ഞ പോലെ ദൈവശാസ്ത്രജ്ഞനും കവിയും ഉജ്ജ്വല വാഗ്മിയും ആധ്യാത്മിക ഉപദേഷ്ടാവും ഒക്കെ ആയിരുന്ന അദ്ദേഹം സ്പർശിക്കാത്ത മണ്ഡലങ്ങളില്ല. എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത് നമ്മളുടെ ലിറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത്, നമ്മുടെ ലിറ്റർജിയിൽ, നമ്മുടെ ആരാധനാക്രമങ്ങളിലൊക്കെ വിശുദ്ധനായ യാക്കോബിനെ, സറോഗിലെ യാക്കോബിനെ കൂടാതെയുള്ള ഒരു ലിറ്റർജിക്കൽ ഒരു ടെക്സ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ തുടക്കത്തിലെ പാടിക്കേട്ടതായ ആ ഗീതങ്ങൾ ഓരോന്നും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് റികളക്ട് ചെയ്യായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ലിറ്റർജിയിലുള്ളതായ കോൺട്രിബ്യൂഷൻസ്, നമ്മുടെ പ്രാർത്ഥനകൾ എടുത്തു കഴിഞ്ഞാൽ സ്ലീബായുടെ രാത്രി പ്രാർത്ഥനയിൽ തന്നെ ഞാനത് ഒന്ന് ജസ്റ്റ് ഒന്ന് പരാമർശിച്ചു പോവുകയാണ്. വാഴ്വഴുമമ്മേ നിന്നുടെ പ്രാർത്ഥന ഞങ്ങളോടൊപ്പം. ആ പാട്ട് മോർ യാക്കോബിന്റെ ബോവൂസയാണ്. പ്രഭാതത്തില് മാതൃവിശുദ്ധരുടെ ഓർമ്മയിൽ ഞങ്ങൾ ചേർത്തിടണമേ, അതും യാക്കോബിന്റെ ബോവൂസയാണ്. ഇനി നമ്മൾ അവിടെ നിന്ന് നമ്മുടെ കൂദാശാക്രമങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ നമ്മൾ പാടിക്കേട്ടതുപോലെ വിവാഹ ശുശ്രൂഷയിലെ ആ ബോവൂസോ, കർത്താവേ നിന്നാർദ്രത നിറയും വാതിൽ തുറന്നേ, പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിൽ അൻപുണ്ടാകേണം. ഇനി മറ്റേ ശവസംസ്കാരത്തിന്റെ തുടങ്ങി അതിനകത്ത് ആ ഒന്നാം ശുശ്രൂഷയുടെ അവസാനം ദൈവാത്മത്തിന് ശാശ്വത രാജ്യത്ത് ആശ്വാസം നിന്ന് തുടങ്ങിയതായ പാട്ടുകൾ. പിന്നെ നമ്മുടെ ആണ്ടുതക്സയിലേക്ക് വന്നാലോ, അവിടെയും എൽദോയുടെ ഇവിടെ നമ്മൾ പാടിക്കേട്ടു. എല്ലാവർക്കും അറിയാവുന്ന, നമ്മുടെ എല്ലാവരുടെയും നാവുകളിൽ എപ്പോഴും മുഴങ്ങുന്നതായ പാടിൻ 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 ഹല്ലേലൂയ ആട്ടിടയന്മാർ ബേത്ലഹേമിൽ പാടിയ പോലെ തുടങ്ങുന്നതായ എൽദോയുടെ ആ ഗീതം. ഇനി ഭാഷായിക്ഷ നോക്കിക്കഴിഞ്ഞാൽ മാർ യാക്കോബിന്റെ ബോവൂസകളും യാക്കോബിന്റെ ഗീതങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ പാടുന്ന, ഉപയോഗിക്കുന്ന ഇതെല്ലാവർക്കും അറിയാവുന്ന പ്രതി കഷ്ടതകൾക്കായി വന്നോനെ, അത് മോർ യാക്കോബിന്റെ ബോവൂസയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ലിറ്റർജിയിലെ സെറൂഗിലെ യാക്കോബിനെയും വിശുദ്ധനായ മോർ അഫ്രേമിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നില്ല. അത്രമാത്രം പ്രാധാന്യം മോർ യാക്കോബും വിശുദ്ധനായ മോർ അഫ്രേമും ഇവരുടെ നമ്മുടെ ആരാധനാക്രമങ്ങളിലുള്ളതായ അത്രമാത്രം വലിയ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അച്ഛൻ മുഖ്യ പ്രഭാഷണം നടത്തട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ മോർ യാക്കോബിനെ കുറിച്ച് ഒരു വേദപുസ്തക വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വേദപുസ്തകത്തിലുള്ള പാണ്ഡിത്യവും അതിന്റെ വ്യാഖ്യാനവുമാണ്. അത് വളരെ ആഴമായ ചിന്തകളാണ് അതിൽ നിന്ന് അദ്ദേഹം പുറത്തു കൊണ്ടുവന്ന് അത് വളരെ സിമ്പിൾ ലാംഗ്വേജിലൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മെത്തഡോളജിയാണ്.
ഇപ്പൊ നമുക്കറിയാം അദ്ദേഹം ചരിത്രപരമായ ബാഹ്യാർത്ഥവും ഹിസ്റ്റോറിക്കൽ സെൻസ്, അതോടൊപ്പം തന്നെ വേദപുസ്തകത്തിലെ അടങ്ങിയിരിക്കുന്ന ആത്മീകാർത്ഥം, അതിന്റെ സ്പിരിച്വൽ സെൻസ്, ഇത് രണ്ടും കോർത്തിണക്കിക്കൊണ്ടുള്ളതായ ഒരു വേദപുസ്തക വ്യാഖ്യാന ശൈലിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. നമുക്കറിയാം ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നതിനെ കുറിച്ചുള്ള, പ്രത്യേകിച്ച് നമ്മുടെ സയന്റിഫിക് മെത്തഡോളജി ഒക്കെ അപ്ലൈ ചെയ്ത് അതിന്റെ ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡ്, അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ലിംഗ്വിസ്റ്റിക് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദപുസ്തകത്തെ സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിന്റെ ഭാഗമായിട്ട് ആ രീതിയിലൊക്കെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ 5-6 നൂറ്റാണ്ടുകളിൽ അദ്ദേഹം അന്ന് എത്ര അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ചു നോക്കിക്കേ. ഇത് രണ്ടും കൂടെ കോർത്തിണക്കിക്കൊണ്ടുള്ളതായ വേദപുസ്തക വ്യാഖ്യാനത്തിന്റെയും പഠനത്തിന്റെയും ഒരു വലിയ ഒരു മെത്തഡോളജി അദ്ദേഹം അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരിചയപ്പെടുത്തി എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത്, വിശുദ്ധനായ യാക്കോബ് പറയുന്നത്, വേദപുസ്തകം ഒരു സമുദ്രം പോലെയാണ്. അതിന്റെ വ്യാഖ്യാതാവ് എന്ന് പറയുന്നത് ആ സമുദ്രത്തിലെ അടിയിലെ ആ മുത്ത് തേടി അതിനെ ഊളിയിടുന്നതായ ഒരു മുങ്ങൽ വിദഗ്ധനാണെന്നാണ്. അതിനടിയിൽ കിടക്കുന്ന നിക്ഷേപമായ ആ മുത്ത് കണ്ടെടുക്കുന്നതാണ് വേദപുസ്തകത്തിലൂടെ, വ്യാഖ്യാനത്തിലൂടെ പുറത്തു വരുന്ന ആത്മീയ സത്യങ്ങളെ പുറത്തെടുക്കുന്നതെന്നൊക്കെ എത്ര മനോഹരമായിട്ടുള്ളതായ വേദപുസ്തക വ്യാഖ്യാന ശൈലിയും വ്യാഖ്യാനവും ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും മശിഹായിലേക്ക് ചൂണ്ടുന്നുവെന്നും അത് മശിഹായുടെ 2 കരങ്ങളാണെന്നാണ് വിശുദ്ധനായ യാക്കോബ് പറയുന്നത്. അദ്ദേഹം അത്രമാത്രം ഈ പുതിയ നിയമവും പഴയ നിയമവും കോർത്തിണക്കി അതിന്റെ ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി ആ മുത്ത് കാണിച്ചു തരുന്ന വ്യാഖ്യാന രീതി. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ, ഇപ്പൊ നമ്മളിപ്പോ ആധുനിക ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് പ്രകൃതി, ഇക്കോളജി, ഇക്കോ തിയോളജി. ഇതൊക്കെ ഏതാണ്ട് ഒരു പുതിയ കണ്ടെത്തലായിട്ട് പലരും ഒക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ വിശുദ്ധനായ മോർ യാക്കോബിന്റെ രചനകളിൽ അദ്ദേഹത്തിന്റെ ആ ഇക്കോ തിയോളജി ആൻഡ് ഇക്കോ സ്പിരിച്വാലിറ്റി എത്ര ആഴമായിട്ട്, ജേക്കബച്ചന് കൂടുതൽ ആ കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കുമെന്ന് എനിക്കറിയാം. പ്രകൃതിയിൽ മറഞ്ഞിരിക്കുന്ന ദൈവീക സാന്നിധ്യം, അത് അദ്ദേഹത്തിന്റെ ഒരു മെയിൻ കൺസെപ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ആ ഹോമിലി ഓൺ ദി ഡോർമീഷ്യൻ, അതിനകത്ത് സൃഷ്ടികൾ ദൈവത്തെ സ്തുതിക്കുന്ന ആ മനോഹരമായ പ്രതീകങ്ങൾ, ദി ബ്യൂട്ടിഫുൾ ഇമേജസ്, അത് ആ ഗീതമൊക്കെ അത് നോക്കിക്കഴിയുമ്പോഴാണ് ഓരോ പ്രകൃതിയിലെ ഓരോ ഘടകങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ളതായ ഒരു ഇക്കോ തിയോളജിയുടെ ഒരു ഹോളിസ്റ്റിക് തിയോളജി അദ്ദേഹം രൂപപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ഇൻകാർണേഷൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ മാത്രം രക്ഷയല്ല, ഇറ്റ് ഈസ് ഫോർ ദി കോസ്മിക് റിഡംപ്ഷൻ. പ്രപഞ്ചത്തിന്റെ മുഴുവന്റെയുമുള്ള ഒരു വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ളതായ ദി ഹോൾ ക്രിയേഷൻ റിഡീംഡ്. അദ്ദേഹം ഉപയോഗിക്കുന്നത് സ്വർഗം താനിറങ്ങി ഭൂമിയെ തൊട്ടു അല്ലെങ്കിൽ ചുംബിച്ചു എന്നുള്ള ആ ഒരു മനോഹരമായ ശൈലിയില്. അപ്പോൾ ഇക്കോളജിയും ഇക്കോ തിയോളജിയും ആ പ്രപഞ്ചത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതായ ഒരു വലിയ കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ തിയോളജിയുടെ, ഞാനതാ പറഞ്ഞത്, ഹോളിസ്റ്റിക് തിയോളജി. അത് ഒരു സെഗ്രിഗേറ്റഡ് ഇത് മാത്രമല്ല, പ്രപഞ്ചത്തിന്റെ മുഴുവനും അത് ഒത്തിരി ആഴമുള്ള ചിന്തകളിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രചനകളിൽ പ്രതിഫലിക്കുന്ന മറ്റൊന്നുണ്ട്. നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്, അവർ കമ്മിറ്റ്മെന്റ് ടു അവർ നെയ്ബർ. ഒരു സാമൂഹ്യ പ്രതിബദ്ധത, സാധുക്കളോടുള്ള കരുതൽ, അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ചിന്തകളിൽ വളരെ ആഴമായിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ കാലഘട്ടത്തില്, നോമ്പിന്റെ വലിയ നോമ്പിന്റെ സമയത്ത് വെള്ളിയാഴ്ച സന്ധ്യാനേരത്തില് ഒരു യാക്കോബിന്റെ ഒരു മനോഹരമായ ഒരു ഗീതമുണ്ട്. അത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. നോമ്പേൽ പോനെ ദീനന്നു വിളിച്ചന്നം നൽകൂ, പോകൂ പിഞ്ചൻ നിങ്ങു വരാനായി കാത്തിടാതെ, ഗതിയില്ലാത്തോൻ മുട്ടും നേരം നാഥൻ നിന്നെ കാത്തിടുമെന്നുള്ളൊരു പാഴ്മൊഴിയാൽ പുണ്യം നേടാ. എത്ര മനോഹരമായ ഒരു ചിന്തയാണ് അദ്ദേഹം നൽകുന്നത്. നോമ്പ് നോക്കുന്നതോട് തന്നെ ഇല്ലാത്തവന് വിളിച്ച് അന്നം കൊടുക്കാൻ അവൻ വരുന്നു നോക്കി നിൽക്കാതെ
ചെന്ന് അവന്റെ പിന്നാലെ ചെന്ന് അത് ചെയ്യാനായിട്ട് പറയുന്ന. അപ്പൊ ഇതിന്റെ എല്ലാം നമുക്ക് കാണാം നമ്മുടെ ലിറ്റർജിക്കലായിട്ടുള്ളതായ മനോഹരമായ ആരാധനയിലൂടെ ഇതിന്റെ കോൺട്രിബ്യൂഷൻ. ദൈവശാസ്ത്രജ്ഞത്തിൽ, ശാസ്ത്ര മേഖലയിൽ, വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനത്തിലും വേദപുസ്തകത്തിന്റെ ആ പഠനത്തിലും, അതോടൊപ്പം തന്നെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്, ഇക്കോളജി സ്പർശിക്കാത്ത മേഖലകളിൽ. അതുകൊണ്ട് തന്നെയാണ് സുറിയാനി സഭയെ മാത്രമല്ല, ഇത് ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ദൈവശാസ്ത്ര മേഖലയിലും ആധ്യാത്മികതയിലും വിശുദ്ധനായ സറോഗില യാക്കോബിന്റെ സംഭാവനകൾ ഇനിയും ഹിഡൻ പേളായി, ഇനിയും കണ്ടെത്താതെ മൂടപ്പെട്ട് കിടക്കുന്ന, ചാരം കൊണ്ട് മൂടിക്കിടക്കുന്ന അനേക നിധികൾ, നിക്ഷേപങ്ങൾ ആ പുണ്യപ്പെട്ട പിതാവിന്റെയൊക്കെ രചനകളിലുണ്ട്. ഈ ഒരു വർഷത്തെ പഠന ശിബിരത്തിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ അത് കുറെയെങ്കിലുമൊക്കെ പുറത്ത് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ WCCയുടെ മലേഷ്യയിൽ വെച്ചാണെന്ന് തോന്നുന്നു ഒരു കോൺഫറൻസിൽ ഞാൻ നമ്മുടെ ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റിയും ഈസ്റ്റേൺ പിതാക്കന്മാരുടെ ഇതിനെ കുറിച്ചൊരു പേപ്പർ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രൊട്ടസ്റ്റന്റ് സഭയിൽപ്പെട്ടതായ ഒരു പ്രൊഫസർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് പുറത്തേക്ക് കൂടുതൽ കൊണ്ടുവരണം. ഇനി ഈ ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റി ആൻഡ് തിയോളജി, അതാണ് ഒരു ഓൾട്ടർനേറ്റീവ് ലോകത്തിനുള്ള തിയോളജിക്കൽ മേഖലകൾക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ പലപ്പോഴും കാണാതെ പോകുന്ന നമ്മുടെ ആ വലിയ നിക്ഷേപങ്ങൾ, ജേക്കബ് അച്ഛനൊക്കെ ഒത്തിരി അതിനു വേണ്ടിയിട്ട് അത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അച്ഛൻ തന്നെ ഇന്ന് ആദ്യത്തെ പ്രഭാഷണ പരമ്പര തുടങ്ങി വെക്കുന്നത് നമ്മളുടെ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ ആ രചനകളും ആഴമായ ദൈവശാസ്ത്രവും അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് എ റിയാക്ഷൻ ടു എ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് ഓർ സിറ്റുവേഷൻ. ഇത് അനേക നാളത്തെ പഠനവും പ്രാർത്ഥനയും പരിശുദ്ധാത്മ പ്രേരിതവുമായിട്ട്, അതുകൊണ്ടാണ് ആദിമ നൂറ്റാണ്ടുകളിലെ ആ രചനകൾ, ലിറ്റർജി ആയിക്കൊള്ളട്ടെ, തിയോളജി ആയിക്കൊള്ളട്ടെ, സ്പിരിച്വാലിറ്റി ആയിക്കൊള്ളട്ടെ, ഇന്നും ഓരോ തലമുറകൾ വരുമ്പോഴും അതിന്റെ റെലവൻസ്, ആ സാങ്കത്യം അന്നത്തെ പോലെ തന്നെ ഇന്നും നിലനിൽക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്വം പുതിയ തലമുറയ്ക്ക് ആ മോഡേൺ ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തഡോളജിയിൽ അത് പകർന്നു കൊടുക്കുവാൻ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ അത് മുഖാന്തരമായി തീരുന്നു. ഇതിനുള്ള ഈ സംരംഭത്തിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത ആ മക്കളെ, ഹൈമോനോസോ സക്കാവിഷൻ, എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് പരിശുദ്ധ സഭയ്ക്ക്, ആകമാന ക്രൈസ്തവ സമൂഹത്തിന്, ലോകത്തിന് മുഴുവനും ഈ ആഘോഷങ്ങൾ അനുഗ്രഹകരമായി തീരട്ടെ. അദ്ദേഹത്തിന്റെ ഓർമ്മ നമുക്കെല്ലാം അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇന്ന് ഇതിലേക്ക് പങ്കെടുപ്പിക്കുവാൻ ക്ഷണിച്ചവരെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഇതൊരു വലിയ ഭാഗ്യമായിട്ട് ഈ ബലഹീനായ ഞാനത് കാണുകയാണ്. ഞാൻ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.